Welcome to V-Zillion presentation. We are Zillionaires. In short, V-Zillion. എന്താണ് സില്യന്റെ അർത്ഥം? മില്യൺ, ബില്യൺ, ട്രില്യൺ, അതിനുശേഷമാണ് സില്യൺ. ഒരു നമ്പർ അതിന്റെ പുറകെ 33 സീറോ ഡെസിമൽസ് ഉള്ളതിനെയാണ് സില്യൺ എന്ന് പറയുന്നത്. V-Zillion ബിസിനസ് പ്ലാൻ മുഖേന എല്ലാവർക്കും സില്യനേഴ്സ് ആകാം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. V-Zillion ബിസിനസ് പ്ലാൻ ട്രോൺ ക്രിപ്റ്റോ കറൻസിയിൽ ബേസ് ചെയ്തതാണ്. ഇപ്പം നമുക്ക് ട്രോണിനെ കുറിച്ച് അറിയാം. ട്രോൺ ക്രിപ്റ്റോ കറൻസി വളർന്നു വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ട്രോൺ ബ്ലോക്ക് ചെയിനിന് മാത്രം സ്വന്തം എക്സ്ചേഞ്ച് ഉള്ളതുകൊണ്ട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. കോയിൻ മാർക്കറ്റ് ക്യാപ് എക്സ്ചേഞ്ചിൽ ട്രോൺ ക്രിപ്റ്റോ കറൻസി ഏറ്റവും വലിയ കറൻസിയിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ മുഖ്യ കാരണം ഞങ്ങളുടെ V-Zillion ബിസിനസ്സിൽ ട്രോൺ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ലോ ഗ്യാസ് ചാർജസ് ഇല്ലെങ്കിൽ ഗ്യാസ് ചാർജസ് ഒട്ടുമില്ലാതെ വേണമെങ്കിൽ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ വളരെ പോപ്പുലറാണ്. ബിറ്റ് റീഫിൽ വെബ്സൈറ്റ് എന്ന പേരുള്ള വെബ്സൈറ്റിന്റെ സഹായം കൊണ്ട് 1600 പോപ്പുലർ ബാൻഡ് വരെ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് വാങ്ങിക്കാൻ കഴിയും. നമ്മുടെ V-Zillion 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ട്രോൺ ക്രിപ്റ്റോ കറൻസി ഉള്ളതുകൊണ്ട് V-Zillionൽ നടക്കുന്ന ബിസിനസ്സിനൊന്നും ഒരു കമ്പനിയോ CEO അതുമല്ലാതെ ഒരു സ്റ്റാഫിന്റെ ആവശ്യം ഒന്നുമില്ല. കാരണം ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ആരുടെയും തടസ്സം ഇല്ലാതെ ഈ എമൗണ്ട് വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും നിങ്ങളുടെ വാലറ്റിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് ട്രാൻസ്ഫറും ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റാണ് അനോണിമിറ്റി. V-Zillion കമ്പനിയിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം നമ്മളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇതിനെയാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് അഫോർഡബിലിറ്റി. നമുക്ക് ഏറ്റവും കുറഞ്ഞ ട്രോൺ കൊടുത്ത് V-Zillionന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. ഇതിൽ 100% ട്രാൻസ്പെറൻസി ഉണ്ട്. ട്രോൺ ബ്ലോക്ക് ചെയിൻ മുഖേന V-Zillionൽ ചെയ്യുന്ന ബിസിനസ് എല്ലാ മെമ്പേഴ്സിനും കാണാൻ കഴിയും. കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ സെയിൽസ്, എല്ലാ ദിവസവും നടക്കുന്ന സെയിൽസ്, കയ്യിൽ കിട്ടിയ കമ്മീഷൻ എന്നീ വിവരങ്ങളെല്ലാം കാണാൻ കഴിയും. അതുമാത്രമല്ല, വേരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് മുഖേന ട്രോൺ ബ്ലോക്ക് ചെയിനിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട കോൺട്രാക്ട് ആരെ കൊണ്ടും മാറ്റാനോ അതിനെ അവിടുന്ന് ഇല്ലാതാക്കാനോ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സെക്യൂർഡ് ആണ്. അതുമാത്രമല്ല, നോ ബൗണ്ടറീസ്. വീട്ടിൽ തന്നെ സുഖമായിട്ടിരുന്ന് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലോകമെമ്പാടും ബിസിനസ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം V-Zillion കാരണം മാത്രമാണ്. ആദ്യം എന്തെല്ലാമാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. iOS മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ട്രോൺ ലിങ്ക് വാലറ്റ് ഇല്ലെങ്കിൽ ട്രോൺ വാലറ്റ് ആണ്. ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ടോക്കൺ പാക്കറ്റ്സ് ഓർ DApps പാക്കറ്റ്സ് ആണ്. ഒരു വാലറ്റ് അഡ്രസ്സിൽ ഒരു ID മാത്രമേ ലിങ്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ പല വാലറ്റ് അഡ്രസ്സും നമുക്ക് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തിട്ട് പല IDയുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ഇനി V-Zillionന്റെ ഹൈലൈറ്റ്സ് കാണാം. മറ്റേ കമ്പനിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ലതും ഏറ്റവും പ്രോഫിറ്റബിൾ ആയ ബിസിനസ് പ്ലാൻസ് ആണ്. V-Zillionൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അതായത് 100 ട്രോൺ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. അത് മാത്രമല്ല, ഈസി പാർഷ്യൽ പേയ്മെന്റ് സിസ്റ്റം മുഖേന നിങ്ങൾക്ക് രജിസ്ട്രേഷനും അപ്ഗ്രഡേഷനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ബിസിനസിന്റെ ഏറ്റവും താഴെ ചെറിയൊരു ടീമിന്റെ സഹായത്തോടെ V-Zillion നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരം തരുന്നുണ്ട്. ഓരോ ലെവലിൽ ഓരോരുത്തരുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് ഓരോ ലെവലിൽ പണം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. V-Zillion ബിസിനസ് നിങ്ങൾക്ക് ദിവസവും ട്രോൺ നേടാനുള്ള അവസരം തരുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതൊരു സമയത്ത് ആർക്കും നിങ്ങളുടെ ബിസിനസ് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. V-Zillion ബിസിനസ്സിൽ ആരുടെയും ലീഡർഷിപ്പിന്റെ അടിയിൽ നിങ്ങൾ ജോലി എടുക്കണമെന്ന് നിങ്ങൾ നിർബന്ധിതരല്ല. ഈ ബിസിനസ് പ്ലാനിൽ സ്പിൽ ഓവറിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 100 ട്രോൺ കൊടുത്തിട്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. മോഡേണും ഏറ്റവും അത്ഭുതമായ ഈ ബിസിനസ് പ്ലാനിൽ നിങ്ങൾക്ക് മിനിമം 1380% പ്രോഫിറ്റ് വരെ നേടാനുള്ള അവസരം V-Zillion തരുന്നുണ്ട്. V-Zillion തന്നെ ഡിസൈൻ ചെയ്ത പ്ലാനും ഗ്ലോബലൈസേഷനിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ്. വരൂ നമുക്കിത് കാണാം. സൈക്കിൾ 1ലെ ആക്റ്റീവ് പ്ലാനിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. സൈക്കിൾ 1ലെ ആക്റ്റീവ് പ്ലാനിലെ ആദ്യത്തെ ലെവലിൽ തന്നെ നമുക്ക് 4 ലെവലുണ്ട്. ആദ്യത്തെ ലെവല് 500 ട്രോൺസ്, രണ്ടാമത്തെ ലെവല് 1000 ട്രോൺസ്, മൂന്നാമത്തെ ലെവല് 5000 ട്രോൺസ്, നാലാമത്തെ ലെവല് 40,000 ട്രോൺസ്. ഇനി നമുക്ക് V-Zillionന്റെ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് പഠിക്കാം.
യു ആസ് ഇൻ നമ്മുടെ രജിസ്റ്റേർഡ് ഐഡിയുടെ അടിയിൽ നമുക്ക് അൺലിമിറ്റഡ് ഡയറക്റ്റ് റെഫറൽസ് കൊടുക്കാം. അതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആദ്യത്തെ ലെവലിലെ രജിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ ലെവല് 500 ട്രോൺസ്. പക്ഷേ ഈസി പാർഷ്യൽ പേയ്മെന്റ് മുഖേന നമ്മൾക്കിത് 3 തവണയായിട്ട് പേ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. 500 ട്രോൺസ് 3 തവണയായിട്ട് പേ ചെയ്യുന്നു എന്ന് പറയുമ്പം ആദ്യത്തെ പാർട്ട് 100 ട്രോൺസ്, രണ്ടാമത്തെ പാർട്ട് 150 ട്രോൺസ്, പിന്നെ മൂന്നാമത്തെ പാർട്ട് 250 ട്രോൺസ്. ഇങ്ങനെ 500 ട്രോൺസിനെ 3 തവണയായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, 500 ട്രോൺസ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇല്ലെങ്കിൽ 3 പാർഷ്യൽ പേയ്മെന്റ്സ് ആയിട്ടും കൊടുക്കാൻ കഴിയും. ഓരോ പാർട്ടിലും നടക്കുന്ന സെയിൽസ് കാരണം നമുക്ക് ഉണ്ടാവുന്ന ഇൻകം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫസ്റ്റ് ലെവൽ അൺലിമിറ്റഡ് ഡയറക്റ്റ് റെഫറൽസ് കൊടുക്കാൻ കഴിയും. പക്ഷേ 3 മാട്രിക്സ് പ്രൊജക്ഷൻ ഉള്ളത് കാരണം ഇത് വെറും ഒരു എക്സാമ്പിൾ ഡയഗ്രാം മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. യു ആസ് ഇൻ നമ്മുടെ അടിയിൽ ABNC സെയിൽസ് ആണെന്ന് കരുതുക. അങ്ങനെ നോക്കിയാൽ ഇതിൽ കൂടെ നമുക്ക് വരാനുള്ള ഇൻകം ഡയറക്റ്റ് റെഫറൽസ് 3 മെമ്പേഴ്സ് ഇൻടു 500 ട്രോൺസ്. അതിൽ 70% കാൽക്കുലേറ്റ് ചെയ്ത നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം 1050 ട്രോൺസ് ആയിരിക്കും. വിസില്യൻ ബിസിനസ്സിൽ നമുക്ക് ഇതിൽ കൂടുതൽ പണം നേടാൻ കഴിയും. ഇത് ഏറ്റവും നല്ലതും ഏറ്റവും മോഡേൺ ആയ ബിസിനസ് പ്ലാൻ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ലെവലിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. മുൻപേ പറഞ്ഞതുപോലെ 3 ഡയറക്റ്റ് റെഫറൽസ്, അതിൽ 70% കാൽക്കുലേറ്റ് ചെയ്ത 1050 ട്രോൺസ്. അത് മാത്രമല്ല, ഡ്യൂപ്ലിക്കേറ്റ് സെയിൽസ് മുഖേന നമുക്ക് ഇനിയും പണം നേടാൻ കഴിയും. നമ്മൾ സെയിൽസ് ചെയ്തതുപോലെ ഈ 3 മെമ്പേഴ്സും സെയിൽസ് ചെയ്താൽ നമ്മുടെ അടിയിൽ വരുന്നത് 9 സെയിൽസ് ആയിരിക്കും. അതിൽ 10% കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 450 ട്രോൺസ് ആണ്. ഈ 9 മെമ്പേഴ്സും 3 സെയിൽസും കൂടെ ചെയ്താൽ നമ്മുടെ അടിയിൽ വരുന്നത് 27 സെയിൽസ് ആയിരിക്കും. അതിൽ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1050 ട്രോൺ ആയിരിക്കും. ഇനി 27 മെമ്പേഴ്സ് 3 സെയിൽസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിയിൽ വരുന്നത് 81 സെയിൽസ് ആണ്. ഇപ്പോൾ അതിൻ്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അത് 4050 ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ലെവലിൽ തന്നെ നമുക്ക് നേടാൻ പോകുന്നത് 6900 ട്രോൺസ് ആണ്. ആദ്യത്തെ ലെവലിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് മുഖേന നടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സെയിൽസ് കാരണം നമുക്ക് ഓരോ ലെവലിൽ പണം ഉണ്ടാക്കാൻ പറ്റും. ഇത് വിസില്യനിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആണ്. അതായത് ആദ്യത്തെ ലെവലിൽ തന്നെ നമ്മൾ ചെലവാക്കുന്നത് 500 ട്രോൺസ്, പക്ഷേ നേടാൻ പോകുന്നത് 6900 ട്രോൺസ് ആണ്. നമുക്ക് കിട്ടാൻ പോകുന്നത് 1380% പ്രോഫിറ്റ് ആദ്യത്തെ ലെവലിൽ തന്നെ ആയിരിക്കും. ഇത് വെറും 3 ഡയറക്റ്റ് സെയിൽസിന്റെ പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ അടിയിൽ 9 ഡയറക്റ്റ് സെയിൽസിന്റെ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് 20,700 ട്രോൺസ് ആദ്യത്തെ ലെവലിൽ തന്നെ ആയിരിക്കും. വിസില്യനിൽ അൺലിമിറ്റഡും എനോർമസുമായ ഇൻകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് എല്ലാവർക്കും വേണ്ടി അബവ് ദ സ്കൈ ലിമിറ്റ് പ്ലാൻസ് ഉള്ളത്. ഇവിടെ നിങ്ങൾ എത്ര പ്രോഫിറ്റ് ആണ് നേടാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ബിസിനസ്സിൽ മാക്സിമം പണം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ മാത്രമേ ഉള്ളൂ. വിസില്യനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് റെഫറൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ടീം ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ്സ് തീരുമാനിക്കുക. അത് 1380% തൊട്ട് മാക്സിമം വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കോൺസെപ്റ്റിനെ മനസ്സിലാക്കി ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിക്കൊണ്ടു പോയാൽ നിങ്ങൾക്ക് വിജയം തീർച്ചയായിട്ടും ലഭിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് കാണാം. സെക്കൻഡ് ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 1000 ട്രോൺ ആണ്. ഇത് നമുക്ക് 3 ഈസി പാർഷ്യൽ പേയ്മെന്റിൽ കൊടുക്കാം. ഫസ്റ്റ് പാർട്ട് 300 ട്രോൺ, സെക്കൻഡ് പാർട്ട് 325 ട്രോൺ ആൻഡ് തേർഡ് പാർട്ട് 375 ട്രോൺ. ഡയറക്റ്റ് റെഫറൽ മുഖേന ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടിയ ഇൻകം 1050 ട്രോൺ ആണ്. ഇത് വെറും 70% ഇൻകം മാത്രമേ ഉള്ളൂ. ഇതിൽ 300 ട്രോൺ നമുക്ക് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് സെക്കൻഡ് ലെവലിലേക്ക് പോകാം. സെയിൽസ് നടന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് ഈസി പാർഷ്യൽ പേയ്മെന്റിൽ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. കയ്യിൽ കിട്ടിയ ഇൻകം ഉപയോഗിച്ച് വളരെ തുച്ഛമായ എമൗണ്ട് കൊടുത്തിട്ട് വേണം അടുത്ത ലെവലിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നത്. രണ്ടാമത്തെ ലെവലിൽ നമുക്ക് നേടാൻ കഴിയുന്നത് 1000 ട്രോൺ ആണ്.
ഫസ്റ്റ് ലെവലിൽ 3 ഡയറക്റ്റ് സെയിൽസ് കൊടുത്തിട്ട് 70% മുൻപേ ക്ലെയിം ചെയ്തതുകൊണ്ട് സെക്കൻഡ് ലെവലിൽ 9 മെമ്പേഴ്സ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് സെയിൽസ് കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് 6300 ട്രോൺ ആണ്. ഇവിടെയും 9 സെയിൽസ് വെറും ഒരു പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ സെയിൽസ് നമുക്ക് ഫസ്റ്റ് ലെവലിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അധികം പ്രോഫിറ്റ് നേടാൻ കഴിയും. അങ്ങനെ ഒരു അവസരത്തിൽ സെക്കൻഡ് ലെവലിൽ നമുക്ക് 6300 ട്രോൺ മാത്രമല്ല, നമുക്ക് അതിൽ കൂടുതൽ നേടാൻ കഴിയും. ഇതിലെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ 9 മെമ്പേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000 ട്രോൺസ് ഇൻറ്റു 70% എമൗണ്ട് വരുന്നത് 6300 ട്രോൺസ് ആണ്. അതുമാത്രമല്ല 27 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2700 ട്രോൺസ് ആയിരിക്കും. അത് 10% അവരുടെ അപ്ഗ്രേഡിന്റെ എമൗണ്ട് ആണ്. ഇനി സെക്കൻഡ് ലെവലിൽ അടുത്ത 81 മെമ്പേഴ്സ് അവരെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നേടാൻ പോകുന്നത് 8100 ട്രോൺ ആണ്. അത് അവരുടെ അപ്ഗ്രേഡിന്റെ 10% മാത്രമേ ഉള്ളൂ. അടുത്ത 243 മെമ്പേഴ്സ് അവരെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ 10% ആയിരിക്കും. അതായത് 24,300 ട്രോൺസ് ആണ്. അപ്പോൾ സെക്കൻഡ് ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ ഇൻകം ആയിരിക്കും 41,400 ട്രോൺ. ഇനി നമ്മൾ കാണാൻ പോകുന്ന തേർഡ് ലെവലാണ്. തേർഡ് ലെവലിന്റെ ടോപ്പ് എമൗണ്ട് ആണ് 5000 ട്രോൺസ്. ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ പിരിച്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. തേർഡ് ലെവലിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ കൊടുക്കാനിരിക്കുന്നത് 750 ട്രോൺ ആണ്. സെക്കൻഡ് പാർട്ട് 1000 ട്രോൺ, തേർഡ് പാർട്ട് 1500 ട്രോൺസ്, ഫോർത്ത് പാർട്ട് 1750 ട്രോൺസ്. ഇനി തേർഡ് ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെവലിൽ 3 സെയിൽസ് മുഖേന നമുക്ക് കിട്ടിയ ഇൻകം നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ലെവലിൽ 9 മെമ്പറുടെ കമ്മീഷൻ നമ്മൾ മുൻപേ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ തേർഡ് ലെവലിൽ 27 മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അവരുടെ 70% കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 94,500 ട്രോൺസ് ആയിരിക്കും. തേർഡ് ലെവലിൽ നമുക്ക് ഇതിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 70% കമ്മീഷൻ 27 മെമ്പർ ടീമിലിരുന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 94,500 ട്രോൺ മാത്രമല്ല, അടുത്ത 81 മെമ്പേഴ്സ് അവരെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 10% നമ്മുടെ ഇൻകം ആയിരിക്കും 40,500 ട്രോൺ. അടുത്ത 243 മെമ്പേഴ്സും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,21,500 ട്രോൺസ് ആയിരിക്കും. ഇനി അടുത്ത 729 മെമ്പേഴ്സും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ലെവലിൽ അതിൻ്റെ 10% ആയിരിക്കും 3,64,500 നമുക്ക് നേടാൻ കഴിയും. അപ്പോൾ തേർഡ് ലെവലിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടാൻ പോകുന്നത് 6,21,000 ട്രോൺസ് ആണ്. അടുത്തത് ഫോർത്ത് ലെവൽ. ഫോർത്ത് ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് ആണ് 40,000 ട്രോൺസ്. ഇത് 5 പാർട്ടായിട്ട് നമുക്ക് വളരെ ഈസി പാർഷ്യൽ പേയ്മെന്റ് ആയി കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് പാർട്ട് 2,500 ട്രോൺ, സെക്കൻഡ് പാർട്ട് 5,000 ട്രോൺ, തേർഡ് പാർട്ട് 7,500 ട്രോൺ, ഫോർത്ത് പാർട്ട് 10,000 ട്രോൺ ആൻഡ് ഫിഫ്ത്ത് പാർട്ട് 15,000 ട്രോൺ ആയിരിക്കും. ഇനി ഫോർത്ത് ലെവലിലെ ഇൻകം എത്രയാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. മുമ്പേ ഉള്ള ലെവലിൽ 3, 9, 27 എന്നുള്ള മെമ്പേഴ്സിന്റെ ഇൻകം മുൻപേ എടുത്തതുകൊണ്ട് 81 മെമ്പേഴ്സ് ഫോർത്ത് ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ 70% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യും. 22,68,000 ട്രോൺ ആയിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഫോർത്ത് ലെവലിലെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമുക്ക് കാണാം. 81 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ 70% കാൽക്കുലേറ്റ് ചെയ്ത 22,68,000 ട്രോൺ ആയിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി 243 മെമ്പേഴ്സും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർത്ത് ലെവലിൽ അതിന്റെ 10% നേടാൻ നോക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 9,72,000 ട്രോൺ ആയിരിക്കും. അടുത്തത് 729 മെമ്പേഴ്സ് അവരെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം അതിന്റെ 10% 29,16,000 ട്രോൺ നമുക്ക് കിട്ടാൻ കഴിയും. ഇനി 2,187 മെമ്പേഴ്സ് അവരെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം അതിന്റെ 10% കമ്മീഷൻ 87,48,000 ട്രോൺസ് നമുക്ക് കിട്ടും. ഇനി ഫോർത്ത് ലെവലിലെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടിയത് 1,49,04,000 ട്രോൺസ് ആണ്. ആദ്യത്തെ സൈക്കിൾ തൊട്ട് നമ്മൾ ഓരോ ലെവലിൽ എത്ര എമൗണ്ട് ആണ് കിട്ടിയെന്ന് ഈ ബോക്സ് സിസ്റ്റമിൽ കാണിച്ചു തരും. ഒരു ചെറിയ ടീം 4 ലെവലിൽ ഈസി പാർഷ്യൽ പേയ്മെന്റ് മുഖേന നമ്മൾക്ക് എന്തുമാത്രം പണമാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് ഇതിൽ നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് വി സില്യൻസിന്റെ സക്സസ് പ്ലാൻ.
ആദ്യത്തെ ലെവലിൽ 500 ട്രോൺ. ഇതിൽ 3 മെമ്പർ രജിസ്റ്റർ ചെയ്ത് 500 ട്രോൺസ് കൊടുത്ത് അതിൽ 70% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1050 ട്രോൺസ്. ഈ 3 മെമ്പറും 3 സെയിൽ ചെയ്തതിന് ശേഷം നമ്മുടെ അടിയിൽ വരുന്നത് 9 മെമ്പേഴ്സാണ്. ഈ 9 മെമ്പേഴ്സ് 500 ട്രോൺസ് കൊടുത്ത് അവരെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന കമ്മീഷൻ അതിൻ്റെ 10%, അതായത് 450 ട്രോൺസ് ആയിരിക്കും. ഈ 9 മെമ്പേഴ്സും സെയിൽസ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് 27 മെമ്പറാണ് നമ്മുടെ അടിയിൽ. ഈ 27 മെമ്പർ 500 ട്രോൺസ് കൊടുത്ത് അതിൻ്റെ 10% നമുക്ക് ഇൻകം ആയിട്ട് കിട്ടിയാൽ അത് 1350 ട്രോൺസ് ആയിരിക്കും. ഇനി 27 മെമ്പേഴ്സും സെയിൽസ് ചെയ്തതിന് ശേഷം നമ്മുടെ അടിയിൽ വരാൻ പോകുന്നത് 81 മെമ്പേഴ്സാണ്. അതിൻ്റെ 10% ഇൻകം നമുക്ക് കിട്ടാൻ പോകുന്നത് 4050 ട്രോൺസ് ആയിരിക്കും. അപ്പം ഫസ്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം 6900 ട്രോൺസ് ആണ്. ഈ 6900 ട്രോണിൽ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്കുള്ള ടോപ്പപ്പ് എമൗണ്ട്, അതായത് 1000 ട്രോൺ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ 6900 നിന്ന് 1000 മൈനസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെവലിൽ നമുക്ക് നേടാൻ പോകുന്നത് 5900 ട്രോൺസ് ആയിരിക്കും. ഇനി സെക്കൻഡ് ലെവൽ നോക്കാം. അതിൻ്റെ ടോപ്പപ്പ് എമൗണ്ട് 1000 ട്രോൺസ് ആണ്. ഇത് നമ്മൾ 9 മെമ്പർ കമ്മീഷൻ ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്യാൻ പോകുന്നത്. അതായത് 9 മെമ്പേഴ്സ് ഇൻറ്റു 1000 ഇൻറ്റു 70% എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 6300 ട്രോൺസ് ആയിരിക്കും. അതാണ് നമുക്ക് കിട്ടിയ ലാഭം. ഈ 27 മെമ്പേഴ്സ് സെക്കൻഡ് ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പം 10% അവരുടെ കമ്മീഷൻ ആയിരിക്കും 2700 ട്രോൺസ്. അത് നമുക്ക് നേടാൻ കഴിയും. ഇനി അടുത്ത 81 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പം സെക്കൻഡ് ലെവലിൽ അതിൻ്റെ 10% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കുള്ള ഇൻകം 8100 ട്രോൺ ആയിരിക്കും. അടുത്ത 243 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കമ്മീഷൻ 10%, അതായത് 24300 ട്രോൺ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ലെവലിൽ നമുക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടാൻ പോകുന്നത് 41400 ട്രോൺ ആണ്. തേർഡ് ലെവലിലെ ടോപ്പപ്പ് എമൗണ്ട് 5000 ട്രോൺ ആയിരിക്കും. അത് നമുക്ക് ഇതിൽ നിന്നും എടുക്കും. അതായത് 41500 നിന്ന് 5000 ട്രോൺ മൈനസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 36400 ട്രോൺ ആണ്. ഇനി തേർഡ് ലെവൽ, ഇതിലെ ടോപ്പപ്പ് എമൗണ്ട് ആണ് 5000 ട്രോൺ. ഇത് നമ്മുടെ 27 മെമ്പേഴ്സിന്റെ 70% കമ്മീഷൻ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 94500 ട്രോൺ ആണ് നമുക്ക് നേടിയത്. അടുത്ത 81 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ 10% കമ്മീഷൻ നമുക്ക് കിട്ടും. അതായിരിക്കും 40500 ട്രോൺ. ഇനി 243 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പം അതിൻ്റെ 10% കമ്മീഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,21,500 ട്രോൺ ആണ്. അടുത്ത 727 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മീഷനിലെ 10% നമുക്ക് കിട്ടാൻ പോകുന്നത് 3,64,500 ട്രോൺ ആയിരിക്കും. അതായത് തേർഡ് ലെവലിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം 6,21,000 ട്രോൺ ആണ്. അതിന് അടുത്ത ലെവൽ, അതായത് ഫോർത്ത് ലെവലിലെ ടോപ്പപ്പ് എമൗണ്ട് എടുക്കും. അത് 40,000 ട്രോൺ ആയിരിക്കും. അപ്പം ഈ പ്രോഫിറ്റിൽ നിന്നും 40,000 ട്രോൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ലെവലിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 5,81,000 ട്രോൺ ആണ്. ഫോർത്ത് ലെവലിലെ ടോപ്പപ്പ് എമൗണ്ട് 40,000 ട്രോൺ ആയിരിക്കും. ഇത് നമ്മൾ ഫോർത്ത് ലെവലിൽ അപ്ഗ്രേഡ് ചെയ്ത് 40,000 കൊടുത്തത് 81 മെമ്പേഴ്സിന്റെ 70% കമ്മീഷൻ വെച്ചിട്ടാണ്. അതായത് എമൗണ്ട് 22,68,000 ട്രോൺസ്. ഇതിൽ നിന്ന് 243 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം അവരുടെ കമ്മീഷൻ 10%, അതായത് 9,72,000 ട്രോൺ ആയിരിക്കും കിട്ടുന്നത്. അടുത്തത് 729 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പം അതിൻ്റെ 10% കമ്മീഷൻ, അതായത് 29,16,000 ട്രോൺ ആയിരിക്കും നമ്മൾ നേടുന്നത്. ഇനി 2187 മെമ്പേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പം അതിൻ്റെ 10%, അതായത് 87,48,000 ട്രോൺ നമുക്ക് നേടാൻ കഴിയും. ഇനി ഫോർത്ത് ലെവലിലെ എമൗണ്ട് എല്ലാം ടോട്ടൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,49,04,000 ട്രോൺസ് ആണ്. അപ്പോൾ ഫോർത്ത് ലെവൽ മാത്രമായിട്ടുള്ള ടോട്ടൽ ഇൻകം 6,21,000 ട്രോൺ ആയിരിക്കും. ഇനി ഇത് അടുത്ത ലെവൽ, അതായത് ഫിഫ്ത്ത് ലെവലിലേക്കുള്ള ടോപ്പപ്പ് എമൗണ്ട് ഇതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഫിഫ്ത്ത് ലെവലിലെ ടോപ്പപ്പ് എമൗണ്ട് 1 lakh ട്രോൺ ആണ്. ഈ 1 lakh ട്രോൺ ഇതിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ലെവലിലെ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 1,48,04,000 ട്രോൺസ് ആയിരിക്കും. ഈ എമൗണ്ട് ഇന്ത്യൻ റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3.5 crore ആണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം പ്രോഫിറ്റാണ് നമ്മൾ ഈ ബിസിനസ്സിലുണ്ടാക്കുന്നത്. വി സില്യനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. ഏറ്റവും ചെറിയ ടീമുമായിട്ട് നമ്മൾ ആദ്യത്തെ ലെവൽ തൊട്ട് അവസാനത്തെ ലെവൽ വരെ ഓരോ ലെവലിൽ നമുക്ക് ഒരുപാട് പണം നേടാൻ കഴിയും.
ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലെവലിൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, അതായത് സൂം മീറ്റിംഗ്സ്. അവിടെ വരുന്ന മറ്റ് മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഇപ്പം ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തത് 3 സെയിൽസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കൂടുതൽ ഡയറക്റ്റ് റെഫറൽസ് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീമുമായിട്ട് ഓരോ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 3.5 crore മാത്രമല്ല ലാഭമാകുന്നത്, പക്ഷേ 4th ലെവൽ സൈക്കിൾ 1 നിങ്ങൾക്ക് അതിൽ കൂടുതൽ നേടാൻ കഴിയും. ഇപ്പം ഞങ്ങൾ കാണിച്ചു തന്നത് 3 ഡയറക്റ്റ് സെയിൽസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് 9 ഡയറക്റ്റ് സെയിൽസ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പ്രോഫിറ്റ് നിങ്ങൾക്ക് 3 മടങ്ങ് കൂടുതലായിരിക്കും. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഒരു ഡയറക്റ്റ് സെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് അവസാനത്തെ സൈക്കിൾ തീരുന്നവരെ 1 lakh എങ്കിലും നേടാൻ കഴിയും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡയറക്റ്റ് സെയിൽസ് 10 മടങ്ങ് കൂടുതലായിരുന്നെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റും 10 മടങ്ങ് കൂടുതലായിരിക്കും. വിസിലിയൻ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് തരുന്നത്. അടുത്തത് സൈക്കിൾ 2ലെ പാസീവ് ഇൻകമിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം പാസീവ് 1. ഇതിൽ 4 ലെവലാണ് ഉള്ളത്: 5th, 6th, 7th, 8th ലെവൽ. ടോപ്പ് അപ്പ് എമൗണ്ട് 5ാമത്തെ ലെവല് 1 ലക്ഷം ട്രോൺ ആണ്. 6th ലെവലിലെ 1.5 lakh ട്രോൺ ആണ്. 7th ലെവലിലെ 3 lakh ട്രോണും 8th ലെവലില് 6 lakh ട്രോണുമാണ്. 5ാമത്തെ ലെവലിലെ അപ്ഗ്രേഡിനെ കുറിച്ച് സംസാരിക്കാം. ഈസി പാർഷ്യൽ പേയ്മെന്റ് മുഖേന ആർക്ക് വേണമെങ്കിലും ഈ പണം കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാം. 5th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 4 ഭാഗത്തിലാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് 20,000 ട്രോൺസ്, സെക്കൻഡ് 23,000 ട്രോൺസ്, തേർഡ് 27,000 ട്രോൺസ്, ഫോർത്ത് 30,000 ട്രോൺസ്. ഈ ലെവലിലെ ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. മുൻപേ പറഞ്ഞതുപോലെ ഇത് പാസീവ് ഇൻകം ആണ്. ഈ ഇൻകം ആർക്ക് വേണമെങ്കിലും നേടാം. അപ്ലൈൻ, ഡൗൺലൈൻ, ഇല്ലെങ്കിൽ അടുത്തുള്ള വേറെ ടീമിൽ നിന്നും ഈ പാസീവ് ഇൻകമിന് വേണ്ടി ഇങ്ങോട്ട് വരാം. അതായത് നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മെമ്പർ പാസീവ് ഇൻകമിന് വേണ്ടി 5th ലെവലിൽ മാത്രമേ പാടുള്ളൂ. ഈ 3 മെമ്പേഴ്സും 1 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 lakh into 3 members into 90%. നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് 2.7 lakh ആയിരിക്കും. 6th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 1.5 lakh ട്രോൺ ആണ്. ഈ എമൗണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാം, കാരണം ഈസി പാർഷ്യൽ പേയ്മെന്റ് മെത്തേഡ് ഉണ്ട്. 6th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 4 പാർട്സിൽ കൊടുക്കാം. ഫസ്റ്റ് പാർട്ട് 32,000 ട്രോൺസ്, സെക്കൻഡ് 35,000 ട്രോൺസ്, തേർഡ് 40,000 ട്രോൺസ്, ഫോർത്ത് 43,000 ട്രോൺസ്. ഇനി ഈ ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പേ പറഞ്ഞതുപോലെ പാസീവ് ഇൻകം ആയതുകൊണ്ട് നമ്മൾ 3 മെമ്പേഴ്സിന്റെ ഇൻകം മുൻപേ മേടിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഇൻകം നമുക്ക് 9 മെമ്പേഴ്സിൽ കൂടെയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 9 മെമ്പേഴ്സ് 1.5 lakh കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 1.5 lakh into 9 മെമ്പേഴ്സ് into 90%. ഈ എമൗണ്ട് വരാൻ പോകുന്നത് 12,15,000 ട്രോൺ ആയിരിക്കും. 7th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 3 lakh ട്രോൺ ആണ്. ഇത് 5 പാർട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് 50,000 ട്രോൺസ്, സെക്കൻഡ് പാർട്ട് 55,000 ട്രോൺസ്, തേർഡ് പാർട്ട് 60,000 ട്രോൺസ്, ഫോർത്ത് പാർട്ട് 65,000 ട്രോൺസ്, ഫിഫ്ത്ത് പാർട്ട് 70,000 ട്രോൺസ് ആയിരിക്കും. ഈ ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എത്രയായിരിക്കും നമുക്ക് നോക്കാം. മുൻപേ പറഞ്ഞതുപോലെ ഇതൊരു പാസീവ് ഇൻകം ആയതുകൊണ്ട് നമ്മൾ 3 മെമ്പേഴ്സും 9 മെമ്പേഴ്സിന്റെ ഇൻകം മുമ്പേ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലെവലിൽ 27 മെമ്പേഴ്സിന്റെ ഇൻകം മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 27 മെമ്പേഴ്സ് 3 lakh വെച്ച് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 3 lakh into 27 മെമ്പേഴ്സ് into 90% ആയിരിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടാൻ പോകുന്നത് 72,90,000 ട്രോൺ ആണ്. ഇനി നമുക്ക് 8th ലെവൽ നോക്കാം. 8th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 6 lakh ട്രോൺ ആണ്. ഈ എമൗണ്ട് 5 പാർട്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് 1 lakh ട്രോൺസ്, സെക്കൻഡ് പാർട്ട് 1.1 lakh ട്രോൺസ്, തേർഡ് പാർട്ട് 1.2 lakh ട്രോൺ, ഫോർത്ത് പാർട്ട് 1.3 lakh ട്രോൺ, ഫിഫ്ത്ത് പാർട്ട് 1.4 lakh ട്രോൺ ആണ്. ഇനി ഈ ലെവലിലെ ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. മുൻപേ പറഞ്ഞതുപോലെ ഇത് പാസീവ് ഇൻകം ആയതുകൊണ്ട് നമ്മൾ 3, 9 പിന്നെ 27 മെമ്പേഴ്സിന്റെ ഇൻകം മുൻപേ ക്ലെയിം ചെയ്തതുകൊണ്ട് ഇനിയുള്ള 81 മെമ്പേഴ്സിന്റെ ഇൻകം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 81 മെമ്പേഴ്സ് 6 lakh കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത 6 lakh into 81 members into 90%. ആ എമൗണ്ട് വരുന്നത് 4 crore 37
27,40,000 ട്രോൺ ആയിരിക്കും. ഇത് ഒരു ബോക്സ് സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി 5th ലെവൽ അപ്ഗ്രേഡിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മെമ്പർ മാത്രമേ പാടുള്ളൂ. കാരണം ഇതൊരു പാസീവ് ഇൻകം ആണ്. അതുകൊണ്ട് ഈ 3 മെമ്പർ 1 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 lakh into 3 members into 90%. ഈ എമൗണ്ട് വരുന്നത് 2.7 lakh ട്രോൺ ആണ്. 6th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 1.5 lakh ട്രോൺ ഈ എമൗണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. അതായത് 2.7 lakh മൈനസ് 1.5 lakh. നമ്മുടെ കയ്യിലുള്ളത് 1.2 lakh. അതാണ് ഈ ലെവലിൽ കിട്ടിയ ലാഭം. ഇനി 6th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 1.5 lakh ട്രോൺ ആണ്. ഈ ലെവലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ 9 മെമ്പർ 1.5 lakh കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 1.5 lakh ഇൻറ്റു 9 മെമ്പേഴ്സ് ഇൻറ്റു 90%. ഈ എമൗണ്ട് വരുന്നത് 12,15,000 ട്രോൺ ആണ്. 7th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതായത് 12,15,000 മൈനസ് 3 lakh. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് 9,15,000 ട്രോൺ. അത് ഈ ലെവലിൽ കിട്ടിയ നമ്മുടെ പ്രോഫിറ്റ് ആണ്. 7th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 3 ലക്ഷം ട്രോൺ. ഇത് നമ്മുടെ 27 മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടും. ഈ 27 മെമ്പേഴ്സ് 3 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 lakh ഇൻറ്റു 27 മെമ്പേഴ്സ് ഇൻറ്റു 90%. ഈ എമൗണ്ട് വരുന്നത് 72,90,000 ട്രോൺ ആയിരിക്കും. ഇത് 8th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട്. അതായത് 6 lakh ട്രോൺ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ 72,90,000 മൈനസ് 6 lakhs ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 66,90,000 ട്രോൺ ആയിരിക്കും. അത് നമുക്ക് ഈ ലെവലിൽ കിട്ടിയ പ്രോഫിറ്റ് ആണ്. ഇനി നമുക്ക് 8th ലെവൽ കാണാം. 8th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 6 lakh ട്രോൺ ആണ്. ഇത് 81 മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. ഈ 81 മെമ്പേഴ്സ് 6 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 lakh ഇൻറ്റു 81 മെമ്പേഴ്സ് ഇൻറ്റു 90%. ഈ എമൗണ്ട് വരുന്നത് 4,37,40,000 ട്രോൺ ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്കുള്ള ടോപ്പ് അപ്പ് എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 9th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 10 lakhs ആണ്. അത് മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് 4,36,40,000 ട്രോൺ ആയിരിക്കും. ഇനി എല്ലാ ലെവലും കൂടെ ചേർത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഏകദേശം 11,60 lakh ഇന്ത്യൻ കറൻസിയിലായിരിക്കും. ഈ സൈക്കിള് തന്നെ പാസീവ് 2 എന്നുണ്ട്. ഇതിൽ 3 ലെവൽ മാത്രമേ ഉള്ളൂ. 9th ലെവൽ 10 lakh ട്രോൺ, 10th ലെവൽ 15 lakh ട്രോൺ, 11th ലെവൽ 25 lakh ട്രോൺ. ഇനി ഈ ടോപ്പ് അപ്പ് എമൗണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് കാണാം. 9th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 10 lakh ട്രോൺ ആണ്. ഇത് 5 ഈസി പാർഷ്യൽ പേയ്മെന്റ് മുഖേന നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ പാർട്ടിലെ പേയ്മെന്റും നമുക്ക് കൊടുക്കേണ്ടത് 2 lakh ട്രോൺസ് ആയിരിക്കും. ഇതും ഒരു 3 matrix സിസ്റ്റം ആയതുകൊണ്ട് 3 മെമ്പേഴ്സിനെ മാത്രമേ ചേർക്കാൻ കഴിയുള്ളൂ. ഇവരും 10 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ 90% ഇൻകം നമുക്ക് കിട്ടാൻ പോകുന്നത് 27 lakh ട്രോൺ ആയിരിക്കും. 10th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 15 lakhs ട്രോൺ ആണ്. ഇത് നമുക്ക് 5 ഈസി പാർഷ്യൽ പേയ്മെന്റ്സ് മുഖേന കൊടുക്കാൻ കഴിയും. ഓരോ പാർട്ടിലെ പേയ്മെന്റ് എമൗണ്ട് 3 lakh ട്രോൺസ് ആയിരിക്കും. നമ്മൾ മുൻപേ 3 മെമ്പേഴ്സിൻ്റെ ഇൻകം ക്ലെയിം ചെയ്തതുകൊണ്ട് ഈ ലെവലിൽ 9 മെമ്പേഴ്സിൻ്റെ ഇൻകം മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഈ 9 മെമ്പേഴ്സ് 15 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത അതിൻ്റെ 90% ഇൻകം നമുക്ക് കിട്ടാൻ പോകുന്നത് 1,21,50,000 ട്രോൺ ആയിരിക്കും. ഇനി 11th ലെവലിലെ ടോപ്പ് അപ്പ് എമൗണ്ട് 25 lakh ട്രോൺ ആണ്. ഇതും 5 ഈസി പാർഷ്യൽ പേയ്മെന്റ്സ് മുഖേന കൊടുക്കാൻ കഴിയും. ഓരോ പാർട്ട് പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത് 5 lakh ട്രോൺസ് ആയിരിക്കും. നമ്മൾ 3 and 9 മെമ്പേഴ്സിൻ്റെ ഇൻകം മുൻപേ ക്ലെയിം ചെയ്തുകൊണ്ട് ഇനി 27 മെമ്പേഴ്സ് മാത്രമേ ഈ സിസ്റ്റമിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അവർ 25 lakh ട്രോൺ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത അതിൻ്റെ 90% ഇൻകം നമുക്ക് കിട്ടാൻ പോകുന്നത് 6,07,50,000 ട്രോൺ ആയിരിക്കും. അപ്പം ഈ ലെവലിലെല്ലാം ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത്, അതായത് സെക്കൻഡ് സൈക്കിളിൽ പാസീവ് 2 ഇൻകം നമുക്ക് കിട്ടാൻ പോകുന്നത് 6,07,50,000 ട്രോൺസ് ആയിരിക്കും. ഇത് ഇന്ത്യൻ കറൻസിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 16.5 crore ആണ്. ഈ ടോട്ടൽ പ്രോഫിറ്റ്സ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ലെവൽ സൈക്കിൾ 1 ഇതിൻ്റെ ഏകദേശം 3.5 crore ഇന്ത്യൻ കറൻസിയിലാണ്.
സൈക്കിൾ 2 പാസീവ് 1ലെ ഇൻകം ഏകദേശം ഇന്ത്യൻ കറൻസിയിൽ 11.6 ക്രോർ ആണ്. ഇത്രയും പണം നിങ്ങൾക്ക് നേടാൻ കഴിയും. അവസാനം സൈക്കിൾ 2 പാസീവ് 2ല് നമുക്ക് നേടാൻ കഴിയുന്നത് 16.5 ക്രോർ ഇന്ത്യൻ കറൻസിയിലാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് കാരണം ഓരോ ലെവലും നമുക്ക് കിട്ടാൻ പോകുന്ന പണം എല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ ഏകദേശം 31.6 ക്രോർ ആണ് ഇന്ത്യൻ കറൻസിയിൽ. ഇത് വി സില്യൻ നൽകുന്ന വളരെ നല്ല ഒരു അവസരമാണ്. 3 മെമ്പർ സെയിൽസ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വി സില്യനിൽ നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്തുമാത്രം പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കും, ഞങ്ങളല്ല. ഇത് വളരെ നല്ലൊരു പ്ലാനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റഡ് ഇമേജസിനേക്കാൾ വളരെ വളരെ കൂടുതൽ നേടാൻ കഴിയും. വി സില്യൻ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്.